ഫൈനലി നമ്മുടെ ഗെയിമിന്റെ ഉള്ളിലേക്ക് നമ്മുടെ സ്ക്വിഡ് ഗെയിമിന്റെ കൊളാബറേഷൻ വന്നിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള ആ ചുമന്ന ബണ്ടിലില്ല, ചുമന്ന ബണ്ടിലിന്റെ ഇവന്റ് വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും എത്ര ഡയമണ്ട് കൂട്ടുന്ന പോലെ നമുക്ക് അറിയില്ല. കുറെ ഡയമണ്ട് നമ്മുടെ കയ്യിൽ ഇല്ല. ഓക്കെ, 2000 സംതിങ് ഉള്ളു. പിന്നെ നമുക്കൊരു 85 ഡയമണ്ട് ക്ലെയിം ചെയ്യാണ്ട്. ഓക്കെ, അപ്പൊ വീക്കിലി മന്ത്ലി എടുത്തേക്കുന്നതുകൊണ്ട് നമുക്കൊരു ഗുണമുണ്ട്. അതിന്റെ ഇടയ്ക്കിടയ്ക്കാണെങ്കിൽ 85 ഡയമണ്ട് വെച്ച് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് മൊത്തം 2700 ഡയമണ്ട് ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും എന്റെ എക്സ്ചേഞ്ച് സ്റ്റോറിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കി നോക്കാം. ആദ്യം തന്നെ കാണാൻ പറ്റും ഒരു ബണ്ടിലാണ്. ഓക്കെ, നമ്മുടെ ഈ ചുമന്ന ബണ്ടിൽ ഇതാണ് നമ്മുടെ മെയിൻ ബണ്ടിൽ, നമുക്ക് എടുക്കാൻ ഉദ്ദേശമുള്ള ബണ്ടിൽ. ഓക്കെ, അപ്പം എന്തായാലും അടിപൊളി ബണ്ടിൽ തന്നെയാണ്. കാണാൻ ലുക്ക് ഉണ്ട്. നമ്മുടെ മണി ഹിസ്റ്ററിൻ്റെ നമ്മുടെ ക്രിമിനൽ ബണ്ടിലിൻ്റെ ഒക്കെ ഒരു ചെറിയൊരു സാമ്യം ഉണ്ട്. ഓക്കെ, അപ്പോൾ അതേപോലത്തെ ഒരു ഫുൾ ബണ്ടിലാണ്. പിന്നെ നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ 4 മാസ്ക് അറ്റാച്ച്മെൻറ്റ് ചെയ്തിട്ട് പിന്നെ ഒരു അവതാറും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ബണ്ടിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് 4 മാസ്ക് 3 മാസ്ക് എക്സ്ട്രാ വാങ്ങേണ്ട ആവശ്യമില്ല. പിന്നെ ഗ്ലൂവാളുടെ സ്കിന്ന് പിന്നെ ബാക്ക് ബാക്കിൻ്റെ സ്കിന്നെ കാണാൻ പറ്റും. ഗ്ലൂവാളുടെ സ്കിന്നൊക്കെ ഓപ്പി സാധനമാണ്. നമുക്ക് ഇത് ഈ ഇവന്റിലൂടെ എന്തെങ്കിലും കറക്കിയിട്ട് കിട്ടുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ഗരീനക്കാർ നമ്മളായിട്ടുള്ള ഒരു ഫൈറ്റാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എത്ര ഡയമണ്ടിന് കിട്ടുമെന്ന് അറിയില്ല. നിങ്ങൾക്ക് നിങ്ങൾ ഈ ഇവന്റിൽ സ്പിന്നിട്ട് എത്ര ഡയമണ്ടിൽ കിട്ടിയെന്നൊക്കെ ജസ്റ്റ് ആയിരുന്നു കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ നോക്കുക. അപ്പോൾ വീട്ടിലേക്ക് കിടക്കണമെന്ന് നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യത്തെ നമ്മുടെ 90 ഡയമണ്ടിനെ സ്പിൻ ചെയ്തിട്ടുണ്ട് കിട്ടിയ. എത്ര ടോക്കൺ? 8 ടോക്കണോ? 8 ടോക്കണൊക്കെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കുഴപ്പമില്ല, 5 സ്പിന്നല്ലേ. നെക്സ്റ്റ് സ്പിന്നില് 6. കുറഞ്ഞു, 2 ഡയമണ്ട് കുറഞ്ഞു. നമ്മളിങ്ങനെ പടപടാന്ന് സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് എന്തായാലും പെട്ടെന്ന് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഈ ട്രിക്ക് ചെയ്യുകയാണെങ്കിൽ. അപ്പം എന്തായാലും നോൺ സ്റ്റോപ്പിൽ 2 സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എത്ര ടോക്കൺസ് കിട്ടിയെന്ന് നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അപ്പം എന്തായാലും 29 ടോക്കൺസാണ് മൊത്തം കിട്ടിയിരിക്കുന്നത്. നമ്മൾ എന്തായാലും വീണ്ടും വീണ്ടും സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 90 ഡയമണ്ട് ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നമ്മൾ ഡയമണ്ട് പെട്ടെന്ന് അധികം കാലിയാവില്ല, ടൈം എടുത്തിട്ടാണ് കാലിയാവുക. അപ്പം നമ്മൾ പടപടാന്ന് സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒരു കോംപ്രമൈസ് ഇല്ല, വളരെ പെട്ടെന്ന് അങ്ങനെ സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്കിപ്പ് അടിക്കേണ്ട ഒരു ആവശ്യമില്ല നിങ്ങൾക്ക്. ഓക്കെ, ബാക്ക് ബാക്കിൻ്റെ സ്കിന്നെ കിട്ടിയില്ല. ഓക്കെ, ഓപ്പി സംഭവം ഗായ്സ്. ബാക്ക് ബാക്കിൻ്റെ സ്കിന്ന് കിട്ടി 43 ടോക്കൺസ് കിട്ടായിട്ടുണ്ട്. കുഴപ്പമില്ല. ഏതെങ്കിലും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇവന്റ് സ്പിന്നിങ് വഴി തന്നെ കിട്ടിയല്ലോ. അപ്പം നമുക്ക് എന്തായാലും എക്സ്ചേഞ്ച് ചെയ്തിട്ട് ടോക്കൺ കൊടുത്തിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ സ്പിൻ ചെയ്തിട്ടുണ്ട്. 5 കിട്ടുന്നുണ്ടോ? 2. ഓക്കെ, അപ്പം എന്തായാലും 51 ടോക്കൺസ് മൊത്തമായിട്ടുണ്ട്. അതായത് നമ്മൾ ഈ നെക്കി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒക്കെ നമുക്ക് എന്തായാലും ഗ്ലൂവാൾ അല്ലെങ്കിൽ ഒരു ബണ്ടിൽ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് അടിക്കുകയാണെങ്കിൽ വളരെ ലക്ക്, വളരെ ഉപകാരം. നമുക്ക് ഡയമണ്ടും വേസ്റ്റ് ആക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. എന്തായാലും നെക്കി പിടിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പം ടോക്കൺസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്തായാലും നമുക്ക് ടോക്കൺസ് ഒരു 10 ടോക്കൺസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 72 ടോക്കൺസ് ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് നമ്മുടെ ഡയമണ്ടിന് കാര്യമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എത്രാമത്തെ ഡയമണ്ടിലാണ് ഈ സംഭവം കിട്ടിയെന്നൊക്കെ, എത്ര ഡയമണ്ട് ചിലവായി എന്നൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം എന്തായാലും നമ്മൾ അടുത്ത സ്പിന്നിലേക്ക് പിന്നെ കടന്നുകൊണ്ടിരിക്കുകയാണ്. ടോക്കൺസ് തന്നെയാണ് കൂടുതലും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ബണ്ടിൽ നിന്ന് കിട്ടണില്ല ടോക്ക്. വളരെ വളരെ സ്ട്രോങ്ങാണ്. ഡയറക്റ്റായിട്ട് 1000 ഡയമണ്ട് ബണ്ടിൽ അടിക്കുകയാണെങ്കിൽ സുഖമായിട്ട് നമ്മൾ എടുത്തിട്ട് പോയി. നമുക്ക് അധികം സ്പെൻഡ് ചെയ്യാൻ പോലും താല്പര്യമില്ല ഡയമണ്ട് ഈ ഒരു ഇവന്റിൽ. ഗ്ലൂ വാൾ. ഓക്കെ ഗായ്സ്, ഗ്ലൂ വാളിന്റെ സ്കിന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കാണാൻ പറ്റും. അവൻ്റെ പൊന്നോപ്പി സംഭവട്ടാ 106 ടോക്കൺസ് കിട്ടിയിട്ടുണ്ട്. ഗ്ലൂ വാളിന്റെ സ്കിന്നും കിട്ടിയിട്ടുണ്ട് സ്പിന്നിൽ. ഓക്കെ, അപ്പം നമ്മൾ വീണ്ടും കൂടി സ്പിൻ ചെയ്തുകൊണ്ടിരിക്കാം. നമ്മളൊരു ടൈമൊന്നും കൊടുക്കുന്നില്ല അവർക്ക് ഇങ്ങനെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വളരെ വളരെ വേഗത്തിൽ സ്പിൻ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ആൾക്കാരെ കണ്ടെങ്കിൽ ജസ്റ്റ് അതിന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു അമ്പലം അവിടെ സ്ഥിതി ചെയ്യേണ്ടത്. ഏത് അമ്പലം ജസ്റ്റ് അതിന് കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഈ ഒരു വരാൻ പോണ സ്പിന്ന് നമുക്ക് തിരുവനന്തപുരക്കാർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കാം. അടിക്കൂ, എന്തെങ്കിലും കിട്ടോ? ഒന്നും കിട്ടിയില്ല. ഒക്കെ വളരെ ലക്കില്ല. അപ്പൊ തിരുവനന്തപുരത്തെ ആൾക്കാർക്ക് ആ ഒരു പേര് പറഞ്ഞ് ഇട്ടുകൊണ്ട് നമുക്ക് ലക്ക് കിട്ടിയില്ല. അതല്ല, നെക്സ്റ്റ് നമുക്കൊരു തൃശ്ശൂർ നടത്തുന്ന അടിച്ചു കൊടുത്തല്ലോ. തൃശ്ശൂർക്കാർക്ക് വേണ്ടി ഈ ഒരു സ്പിന്ന് ഞാൻ സമർപ്പിക്കും. 90ന്റെ സ്പിന്ന് കിട്ടും. ഒന്നും കിട്ടിയിട്ടില്ല. 154 ടോക്കൺസ് മാത്രമായിട്ടുള്ളൂ. നെക്സ്റ്റ് പാലക്കാട്ടുകാർക്ക് വേണ്ടി ഈ ഒരു സ്പിന്ന് ഞാൻ പാലക്കാട്ടുകാർക്ക് വേണ്ടി സമർപ്പിക്കുന്നു. 164 ടോക്കൺസ്. ടോക്കൺസ് മാത്രം കിട്ടിയിരിക്കുന്നത്. നെക്സ്റ്റ് എറണാകുളം. ഇതിൽ കിട്ടുമോ? 170 ടോക്കൺസ് ആണ് കിട്ടിയിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി രാജ്യസ്നേഹി. ഇന്ത്യക്ക് വേണ്ടി ഗ്ലൂ വാൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്തായാലും ഇന്ത്യ അടിപൊളിയാണ്. അപ്പം എന്തായാലും ഗ്ലൂ വാളിന്റെ സ്കിന്നൊക്കെ വീണ്ടും അടിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇത്ര സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 75 ടോക്കൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും ഗ്ലൂ വാൾ കിട്ടി കഴിഞ്ഞാൽ. അപ്പം എന്തായാലും നമുക്ക് ഡയമണ്ടും കഴിയാറായിട്ടുണ്ട്. ഈ ടോക്കൺസ് കിട്ടിയാൽ എന്തായാലും നന്നായി. നമുക്ക് എന്തായാലും ടോക്കൺസ് എന്തായാലും ഇത്രയും ഡയമണ്ടിലാവില്ലായിരുന്നു. അപ്പം എന്തായാലും ഗ്ലൂ വാൾ കിട്ടിയത് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഇന്ത്യ രാജ്യസ്നേഹം.
അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ടോക്കൺസ് കൺവേർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ച് ടോക്കൺസ് കൂടുതൽ കിട്ടിയതുകൊണ്ടും നമുക്ക് ഈ ഒരു ബണ്ടിൽ എടുക്കാം, എക്സ്ചേഞ്ച് സ്റ്റോറിൽ പോയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ലക്കിൽ വഴി കിട്ടാനുള്ള ചാൻസ് ഇനി കാണുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ഡയമണ്ട് 123 ഉള്ള ഡയമണ്ട് അവിടെ കിടന്നോട്ടെ. നമുക്ക് എന്തായാലും ടോക്കൺസ് ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ബണ്ടിൽ എക്സ്ചേഞ്ച് ചെയ്തെടുക്കാമെന്നാണ് തോന്നുന്നത്. അത് തന്നെയാണ്. എന്തായാലും കറക്കിയിട്ടൊന്നും കിട്ടില്ല, കറക്കാൻ നോക്കണമില്ല. വേറെ നമുക്കൊന്നും ടോക്കൺസ് എടുക്കാനും ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് എന്തായാലും ബണ്ടിലിന് എടുക്കാം. ബാക്കിൻ്റെ സ്കിന്നും ഗ്ലൂവാളുടെ സ്കിൻ ഓൾറെഡി കറക്റ്റ് കിട്ടിയതുകൊണ്ട് നമുക്ക് അത് എക്സ്ചേഞ്ച് എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും വളരെ ലക്ക്, കുറച്ച് ലക്കൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു ഇവന്റ് സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം 2000 ഡയമണ്ട് ഇല്ലാണ്ട് പോകാൻ നിൽക്കണ്ട. ഓക്കെ, അതൊന്ന് അറിയിക്കുകയാണ്. അപ്പോൾ അതിന് കൺഗ്രാജുലേഷൻ കാണിച്ചിട്ട് നമ്മുടെ ചുമന്ന പിങ്ക് സോൾജേഴ്സ് ബണ്ടിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മോനെ അടിപൊളി ബണ്ടിലില്ല നമുക്ക് കാണാൻ പറ്റുമോ? നമ്മുടെ അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്ക്വിഡ് ഗെയിമിൻ്റെ ഒക്കെ തീംസ് സീരീസ് കണ്ടവർക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ബണ്ടിൽ തന്നെയായിരിക്കും ഈ ഒരു ബണ്ടിൽ നമ്മുടെ പിങ്ക് സോൾജേഴ്സിൻ്റെ. അപ്പോൾ അതിൻ്റെ അറ്റാച്ച്മെൻറ്റ് വെച്ച് 3 മാസം കൂടി നമുക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കൊരു അവതാറും എക്സ്ട്രാ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും അതൊരു അടിപൊളി തന്നെയാണ്. നമുക്ക് എന്തായാലും കാശ് കൊടുത്ത് വേറെ എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് 3 മാസം നമുക്ക് വേറെ ആയിട്ട് വെക്കാൻ പറ്റുന്നതായിരിക്കും ഈ ഒരു ബണ്ടിലിൻ്റെ ഒപ്പം. എന്തായാലും ഈ ബണ്ടിൽ ക്ലെയിം ചെയ്തിട്ട് ബാക്കി 26 ടോക്കൺസ് കൊണ്ട് നമ്മൾ വേറെ എന്ത് ക്ലെയിം ചെയ്യണം എന്നാണ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ മാജിക് ക്യൂവിൻ്റെ ഫ്രാംസ്, ഓക്കെ, ഈ മാജിക് ക്യൂവിൻ്റെ മറ്റേ ഈ കട്ട നമുക്ക് എടുക്കുന്നതായിരിക്കും. നമുക്കൊരു എത്ര എടുക്കാൻ പറ്റും? 5 എടുക്കാൻ പറ്റും തോന്നുന്നില്ലേ? 5 നമുക്ക് എന്തായാലും ക്ലെയിം ചെയ്യാം. 5. അപ്പോൾ നമുക്ക് എന്തായാലും മാജിക് ക്യൂബായിട്ട് കൺവേർട്ട് ചെയ്യാമല്ലോ. ഇത് വളരെ ഉപകാരപ്പെട്ട സാധനമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീട്ടിലുള്ള കുറച്ച് ഐറ്റംസ്. നമുക്ക് എന്തായാലും ഇപ്പോൾ നമ്മളെന്തായാലും ഇന്നത്തെ വീട്ടിലൂടെ മറ്റേ 3 ഐറ്റംസൊക്കെ എടുത്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതേപോലത്തെ ഒരു ഇവൻറ്റ്സ് ആൻഡ് സ്പിന്നിങ് വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴ്ന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ചാനൽ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്ന വീഡിയോസൊക്കെ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു ബണ്ടിലിൻ്റെ ലുക്ക് എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് അതിന് കമൻറ്റ് ചെയ്ത് അറിയിക്കും. നിങ്ങൾക്ക് ഈ ബണ്ടിൽ ഇഷ്ടപ്പെടുന്നൊക്കെ ജസ്റ്റ് അതിന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ നമുക്ക് മാസ്ക് ഒന്ന് നോക്കി നോക്കാം. മാസ്ക് നമുക്ക് കാണാൻ പറ്റും 2-3 മാസ്ക് വേറെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ 2 അല്ല 2 മൊത്തം 3 മാസ്കാണ് പോയത്. അപ്പോൾ ചതുരത്തിന് കാണാൻ പറ്റും, ത്രികോണത്തിന് കാണാൻ പറ്റും, പിന്നെ ട്രയാങ്കിൾ വൃത്തത്തിൻ്റെയും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ബാഗിൻ്റെ സ്കിന്ന് കാണാൻ പറ്റും. നമ്മുടെ ഈ ഒരു മണിയൊക്കെ ഇട്ടിട്ട് അവരുടെ സീരീസ് കണ്ടവർക്ക് മനസ്സിലാവും ഈ ഒരു ബാഗിൻ്റെ സ്കിൻ എന്താണ്. അപ്പോൾ ഈ ഒരു ബാഗിൻ്റെ സ്കിൻ നമുക്ക് ബാക്കിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വ്യൂ ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, കാണാൻ പറ്റുന്ന പോലെ വളരെ എന്തോ ഒരു പോലെ തോന്നുന്നുണ്ടല്ലേ, ബാഗിൻ്റെ ലുക്ക് എങ്ങനെയൊക്കെ ഉണ്ട് ജസ്റ്റ് തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുന്നതിൽ ഏതൊക്കെ ഇഷ്ടപ്പെട്ടെന്നൊക്കെ. പിന്നെ നമ്മുടെ ഗ്ലൂ വാളിൻ്റെ സ്കിൻ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ലക്ക് വഴി. അപ്പോൾ ഗ്ലൂ വാളിൻ്റെ സ്കിൻ നമുക്ക് നോക്കി നോക്കാം. നമുക്ക് നമ്മുടെ ഒരു ബൊമ്മയുടെ തീമിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ല ഗ്ലൂ വാളിൻ്റെ സ്കിന്നാണ്. ഞാൻ മുന്നേ ഒരു വീഡിയോയിലൊക്കെ പറഞ്ഞത് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ട്രെയിനിങ് ഗ്രൗണ്ടിൽ പോയിട്ട് അത് ഇട്ടുന്നൊക്കെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഗ്ലൂ വാൾ സ്കിൻ എങ്ങനെയാണ് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ലുക്കൊക്കെ ഉണ്ടെന്ന് കാണിച്ചു തരാം. അപ്പോൾ അത് കാണാൻ പറ്റുമൊക്കെ. നമുക്ക് ഈ ഗ്ലൂ വാൾ ഇട്ട് കഴിഞ്ഞാൽ ഇതേപോലെ എനിക്ക് കാണാൻ പറ്റും. അപ്പോൾ ഗ്ലൂ വാളിൻ്റെ പകുതി കാലൊക്കെ കാണാനില്ല, അതൊക്കെ അടിയിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ കാല് കാണാൻ പറ്റില്ല. അപ്പോൾ മരത്തിൻ്റെ ബൊമ്മകളിലൊക്കെ എഫക്റ്റ് കൊടുത്തിട്ടുള്ള ഗ്ലൂ വാളിൻ്റെ സ്കിൻ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതാണ് ഗ്ലൂ വാളിൻ്റെ സ്കിന്ന്. നിങ്ങൾക്ക് ഈ ഒരു ഗ്ലൂ വാളിൻ്റെ സ്കിന്നൊക്കെ ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ എന്തെങ്കിലും എടുത്തോ? നിങ്ങൾക്ക് ലക്കിന് കിട്ടിയോ എന്നൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കുക. നല്ല കമൻറ്റ് ഇടാൻ ശ്രമിക്കുക. ഓക്കെ, ഇന്നത്തെ കൂടി ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ കൂടാൻ തന്നെ കാണാം. ഓക്കെ, ബൈ.